ഹലോ ഗൈസ്, വെൽക്കം ടു മൈ റിമോട്ട്. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ അമ്മയുണ്ട്, അനിയനും ഉണ്ട്. അപ്പോൾ അവരെ കൂട്ടാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇന്ന് ഞങ്ങൾ പോണേ കല്ലിമേലമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലത്തിലാണ്. നല്ല രസം അവിടെ പോയാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിലെത്തി, അമ്മ റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ ചാർലിക്കുട്ടൻ രാവിലെ എണീറ്റിരിപ്പുണ്ട്. ഞങ്ങൾ തുറക്കുന്ന വിചാരിച്ചാൽ പാലായിട്ട് ഇരിക്കേണ്ട കേട്ടോ ഇവിടെ. അപ്പോൾ മഞ്ഞൊക്കെ പോയി തെളിഞ്ഞു തുടങ്ങി കേട്ടോ. ചെറിയ മഞ്ഞുണ്ടോ ഇവിടെ, നല്ല മഞ്ഞാട്ടോ വെളുപ്പിന്. എണീറ്റ് തുടങ്ങി, റെഡിയായി. അച്ഛൻ രാവിലെ കടയിൽ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. ഒരു ഹായ് പറച്ച. കൊച്ചൊന്നുമില്ല, കൊച്ചിന് വരാൻ പറ്റില്ല. അമ്മ വിളക്കൊക്കെ കത്തിച്ച് രാവിലെ അമ്മയുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാണ് അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം, അമ്മയുടെ കണ്ണ്. പിന്നെ നിഷേധനെ കണ്ടപ്പോൾ ഇറങ്ങാനുള്ള പണിയാട്ടോ. എന്താണ്? പോയി. എന്താണ്? അച്ഛൻ കടയിലേക്ക് പോവാണ് കേട്ടോ. അവനാണ് കടയിൽ. കടയിൽ നിന്ന് വന്നിട്ട് വേണം നമുക്ക് പോവാൻ. ടാറ്റാ. നമ്മൾ അമ്പലത്തിലെത്തിയിട്ടോ. അമ്പലം കല്ലിലമ്പലം അല്ല കേട്ടോ, വേറൊരു ദേവീക്ഷേത്രമാണ്. ഒരുപാട് പഴക്കം ചെന്ന ക്ഷേത്രമാണെന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ ഇവിടുത്തെ അമ്പലക്കുളം. ചെറിയൊരു കുളമാണ് കേട്ടോ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ വഴിപാട് എഴുതിക്കാനായിട്ട് നിൽക്കുവാണ് കേട്ടോ. അവിടെ ആളുണ്ട്, അമ്മയാണ് എഴുതിക്കണേ കേട്ടോ. അവരങ്ങോട്ട് തൊഴാനായിട്ട് പോയായിരുന്നു. നല്ല പഴമയുള്ള ഒരു അമ്പലമാണ് കേട്ടോ. പരിസരത്തൊക്കെ ഇവിടെയൊക്കെ നടക്കാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ വലം വെച്ച് കയറുവാണേ. എന്താ പറയുക, സ്ഥാപനം ഇത് പണിയുന്നത്. ഇതിൻ്റെ വീടിനകത്തൊക്കെ ഓരോന്നിനും ഓരോ ഡേറ്റുകളുണ്ട്. ആ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ അകത്ത് പണിതേക്കുന്നതാണ് 1866 എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്. പുറമെ ഉള്ള വീടിൻ്റെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പഴയ അതിപുരാതനമായ അമ്പലമാണെന്ന് പറയുന്നത്. കത്തലൊക്കെ ആണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴിലിറങ്ങി കേട്ടോ. ഈ കനാല് ധീരൻ എന്ന സിനിമയിലുണ്ട് കേട്ടോ. പുതിയ സിനിമ ധീരൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നു. അപ്പോൾ ഈ കനാല് ആ സിനിമയിലൊരു പാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരിസരത്തൊക്കെയാണ് ആ സിനിമ പിടിച്ചിരിക്കുന്നത്. അവിടെ ഒരു ശിവക്ഷേത്രം കേട്ടോ. ശിവക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കല്ലിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. കല്ലിൽ ക്ഷേത്രം കുറേ സ്റ്റെപ്പുകളൊക്കെ ഉള്ള കാടിനകത്തുള്ളൊരു സംഭവമാണ്. ഇത് നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. കാട്ടിലകത്താട്ടെ, കാടിൻ്റെ അകത്ത് കല്ലിൽ ക്ഷേത്രം. ഞാൻ സ്റ്റെപ്പ് കയറിയാട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. കുറേ സ്റ്റെപ്പുണ്ട്. അത്രയും സ്റ്റെപ്പ് കയറിയായിട്ടാണ് നമ്മൾ തന്നെ. വലിയ സ്റ്റെപ്പാട്ടോ. സ്റ്റെപ്പ് കയറി നമ്മൾ മേളിലിട്ടിട്ട് എത്തിയതിന് ശേഷം ഇങ്ങോട്ട് താഴ്ത്തിയിട്ട് പിന്നെയും നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇതിൽ കൂടെ നടക്കാനായിട്ട് നല്ല രസമുണ്ട്. നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ട് അത് ഇങ്ങനെ ഈ സ്റ്റെപ്പും കൂടെ കയറിയിട്ട് വേണം പോകാനായിട്ട്. കുറേ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിലെത്തി. ഇനി തൊഴുതിട്ട് ഇതാണ് കേട്ടോ അമ്പലം. ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വഴിപാടിന് എഴുതിക്കാനായിട്ട് ക്യൂ നിൽക്കാം കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു.
അപ്പോൾ ഇതൊരു അത്ഭുതമാണ് കേട്ടോ. ഒരു കല്ല്, ആ കല്ലിൻ്റെ അടിയിലാണ് ഈ ക്ഷേത്രം. ആ കല്ലിൻ്റെ ഉള്ളിലും അടിയിലുമായിട്ട് ആ കല്ല് എവിടെയും തൊടാത്ത പോലത്തെ ഒരു ഫീലായിട്ട് നമുക്ക് ബാക്കിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടോ, എവിടെയും തൊടുന്നില്ല. അപ്പോൾ അതിൻ്റെ അമ്പലത്തിൻ്റെ റൂഫ് ശരിക്കും ഈ കല്ലാണ് കേട്ടോ. ഇതിൻ്റെ പരിസരമൊക്കെ കണ്ടോ, ഒരു പ്രത്യേക ഭംഗി. ഇത് കുളമാണ് കേട്ടോ, ഇവിടുത്തെ അമ്പലത്തിലെ കിണറാണ്. ഒരുപാട് ഇഷ്ടമായിട്ട് ഇവിടെ വന്നിട്ട് പോകാനേ തോന്നുന്നില്ല. അവരവിടെ രസീത് കുറിപ്പിക്കാനായിട്ട് നിൽക്കട്ടെ, പുഷ്പാഞ്ജലിക്കും അങ്ങനെയുള്ള രസീതുകൾ ഇവിടെയാണ്. അങ്ങനെ ഞങ്ങൾ പുഷ്പാഞ്ജലിയൊക്കെ വഴിപാടുകളൊക്കെ കഴിച്ചത് ഇറങ്ങി ഇവിടെ വരുമ്പോൾ പുറത്താണ് കേട്ടോ സർപ്പക്കാവുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടെ തൊഴുതിറങ്ങിയിട്ടോ. ഭയങ്കര അത്ഭുതം തോന്നുന്ന സ്ഥലം കേട്ടോ. ഒരു വലിയ കല്ലിൻ്റെ അകത്തെ ക്ഷേത്രം, ഇതിൻ്റെ ഉള്ളിലാണ് ക്ഷേത്രം. അവിടേക്ക് വീഡിയോ ഞാൻ പിടിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ താഴത്തു നിന്നാണ് നമ്മൾ കയറി വന്നിരിക്കുന്നത്. കുറേ സ്റ്റെപ്പുകൾ കയറാനുണ്ട്. ഞാൻ അവിടെ ഉണ്ട് കേട്ടോ പ്രാർത്ഥിക്കാനായിട്ട്. കാണുന്ന പാറയാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സർപ്പം പാട്ടൊക്കെ കഴിപ്പിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിറങ്ങി സർപ്പപ്പാട്ടും പാടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ അമ്പല ദർശനം നമ്മൾ തീരെയാണ്. ഇവിടെയും കൂടി ഉള്ളൂ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ്. വിക്സില്ലല്ലോ, ഇവിടെ കുറേ സ്റ്റെപ്പുകളുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ അമ്പലയാത്രയൊക്കെ കഴിഞ്ഞു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.